നമ്മളിപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂരിലാണ്. ഇന്ത്യയുടെ കോഫിയുടെ തലസ്ഥാനം, കാപ്പിത്തോട്ടങ്ങളുടെ നാട്. പക്ഷേ ഇവിടെയുള്ളത് കാപ്പിത്തോട്ടങ്ങൾ മാത്രമല്ല കേട്ടോ. കർണാടകയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ചിക്കമംഗലൂരു. നിങ്ങൾ മേഘങ്ങളും മലവെഴുകുന്നത് കണ്ടിട്ടുണ്ടോ? കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന മൊട്ടക്കുന്നുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കേട്ടോ. ഏകദേശം 250 കിലോമീറ്ററാണ് ബാംഗ്ലൂരിൽ നിന്ന് ചിക്മംഗ്ലൂരിലേക്കുള്ളത്. ഒരു 5 മണിക്കൂർ കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റും. രാവിലെ 4:30 മണിയായപ്പോൾ തന്നെ നമ്മൾ യാത്ര തുടങ്ങി. അതിരാവിലെ പോലും ബാംഗ്ലൂരിൽ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യുന്നത് 2 സ്ഥലങ്ങളാണ്, ക്യാതനമക്കി ഹിൽസും മുള്ളിയാങ്കിരി പീക്കും. മുള്ളിയാങ്കിരി പീക്ക് നിങ്ങളെല്ലാവരും ഒരു കേട്ടിട്ടുണ്ടാവും. ചിക്മംഗ്ലൂരു ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു സ്ഥലവുമായിരിക്കും. പക്ഷേ ക്യാതനമക്കി ഹിൽസ് അങ്ങനെയല്ല, വളരെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ്. കാരണം അത് അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ഓഫ് ബീറ്റ് പ്ലേസാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ചിക്മംഗ്ലൂരു സിറ്റിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയൊന്നും ആരും മെനക്കെടാറില്ല. നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാതനമക്കി ഹിൽസിലേക്കാണ് പോകുന്നത്. ചിക്മംഗ്ലൂർ വഴി ക്യാതനമക്കി ഹിൽസിൽ പോയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ക്യാതനമക്കി ഹിൽസ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ചിക്മംഗ്ലൂരിലേക്ക് വരുന്നു. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് മുള്ളിയാങ്കിരി പീക്കും കണ്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് ബാംഗ്ലൂർക്ക് വിടാനുള്ളൊരു പ്ലാനാണ് നമ്മുടെ. ഈ ചിക്മംഗ്ലൂർ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ട് തന്നെയാണ് കേട്ടോ. 2 സൈഡ് നല്ല പച്ചപ്പൊക്കെയായി, നടുവിലൂടെ ഒരു ഹൈവേ. അങ്ങനെ ഹൈവേയുടെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ മലയുടെ മണ്ടയിൽ ഒരു വിൻമിൽസ് കണ്ടത്. എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാഴ്ചകൾ കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ചെറിയൊരു ഗ്രാമത്തിലൂടെയൊക്കെ പോയി. ഒരു സുന്ദരമായൊരു ഗ്രാമമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഗ്രാമത്തിൽ കൂടി കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഓഫ് റോഡും കൂടെ കിട്ടി. ഹിമാലയനായിട്ട് പോകുമ്പോൾ കുറച്ച് ഓഫ് റോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ രസം. അങ്ങനെ ഓഫ് റോഡൊക്കെ ചെയ്ത് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിൻമിൽസിൻ്റെ ചോട്ടിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ആ ഗ്രാമത്തിൻ്റെയും വിൻമിൽസിൻ്റെ ഒക്കെ കാഴ്ചകൾ കണ്ടിട്ട് വന്നാലോ? നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് ഈ ഹൈവേ എന്നൊക്കെ ഒന്ന് മാറി ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കണം. ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക ഫീലാട്ടോ. അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം. അങ്ങനെ കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തി നമ്മൾ തിരിച്ചും വീണ്ടും ഹൈവേയിലോട്ട് കയറി. അങ്ങനെ നമ്മൾ ഹസൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള റോഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എവിടെയും ഒരു കുഴപ്പമുണ്ടായില്ല, ഫുൾ ഹൈവേ തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടർന്ന് കുറച്ച് മുമ്പോട്ടെത്തിയപ്പോഴത്തേക്കും ഒരുപാട് റൈഡേഴ്സിനെ കണ്ടു കേട്ടോ. ഒരു വലിയൊരു ഗ്രൂപ്പ്, അവർ ഒരുമിച്ചാന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയ ചെറിയ സിറ്റികളിലൂടെയൊക്കെയാണ് നമ്മൾ പിന്നെ യാത്ര തുടർന്നത് കുറച്ച് നേരം. അത് കഴിഞ്ഞ് വീണ്ടും വിജനമായൊരു അടിപൊളി ഹൈവേയിലോട്ടാണ് നമ്മളെത്തി. പോകുന്ന റൂട്ട് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി റൂട്ടാണ്. ഫുള്ള് 2 സൈഡും ഹരിതാപവും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി റൂട്ടാണ്.
ഈ ക്ലൗഡ്സൊക്കെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഒരു ഭംഗി തന്നെ കേട്ടോ നേരിട്ട് കാണുമ്പോൾ. അതേപോലെ ദൂരെ നമുക്ക് മലനിരകളും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട്. ചിക്മംഗ്ലൂർ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള റോഡാട്ടോ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ ലേക്കും പിന്നെ ചുറ്റും കൃഷിഭൂമികളും, അങ്ങനെ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഈ സ്ഥലം കാണാൻ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നിർത്താതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ നമ്മൾ ചിക്മംഗ്ലൂരിൻ്റെ വെൽക്കം ബോർഡ് കണ്ടു. വെൽക്കം ടു ചിക്മംഗ്ലൂരു, ലാൻഡ് ഓഫ് കോഫി. ഈ കാണുന്നതാണ് കേട്ടോ ചിക്മംഗ്ലൂർ സിറ്റി. സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനിയുള്ള യാത്രയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് സിറ്റിക്കുള്ളിലോട്ട് കയറിയതാണ്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും കാലാവസ്ഥ അങ്ങ് മാറി. നല്ലൊരു മഴ അങ്ങ് പെയ്തു. ഇത്രയും നേരം പൊള്ളുന്ന വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് മാറി. ഈ മഴയൊക്കെ പെയ്തെടുക്കുമ്പോൾ ബൈക്ക് ഓടിച്ചു പോകാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ക്യാതനമക്കി ഹിൽസിലോട്ട് യാത്ര തിരിച്ചു. ചിക്മംഗ്ലൂരു സിറ്റിയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്ററാണ് ക്യാതനമക്കി ഹിൽസിലേക്കുള്ളത്. ചിക്മംഗ്ലൂരിൽ നിന്ന് ക്യാതനമക്കി ഹിൽസിലേക്ക് 2 റൂട്ടാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആൽദൂർ ജയപുര റൂട്ട് കൂടി ക്യാതനമക്കി ഹിൽസിലോട്ട് പോകുന്നതാണ്. അത് ഏകദേശം 90 കിലോമീറ്ററാണുള്ളത്. 2.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ്. ഏകദേശം 105 കിലോമീറ്ററാണ് രണ്ടാമത്തെ റൂട്ടിനുള്ളത്. ഈ റൂട്ട് എന്ന് പറയുന്നത് മുതികരെ, കലാസ, ഹോറനാട് കൂടി ക്യാതനമക്കി ഹിൽസ്. അപ്പോൾ ഇത് ഏകദേശം 2.25 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് ലോങ് റൂട്ടിൽ കൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഷോർട്ട് റൂട്ടിലൂടെ തിരിച്ചു വരാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണുകയും ചെയ്യാം, റോഡൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. ഈ ഒരു ഭാഗം കാണാൻ നമ്മുടെ കണ്ണൂർ വയനാട് ഭാഗത്തുള്ള ഏരിയ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ചൂടൊക്കെ ഉണ്ട്. ലാൻഡ് ഓഫ് കോഫി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേയിലത്തോട്ടം കൂടെ കാണാൻ പറ്റി. ഒരു മലഞ്ചെരിവ് മൊത്തം തേയിലത്തോട്ടമാണ്. അത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് ഏകദേശം നമ്മൾ ക്യാതനമക്കി ഹിൽസ് എത്താനായിട്ടുണ്ട്. റോഡ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ അത്ര വലിയ മോശമുള്ള റോഡൊന്നുമല്ല. അത്യാവശ്യം നിങ്ങൾക്ക് 2 വീലറിനാണെങ്കിലും 4 വീലറിനാണെങ്കിലും സുഖമായിട്ട് വരാൻ പറ്റുന്ന റോഡ് തന്നെയാണ്. കുറച്ച് ഏരിയയിൽ മാത്രം ചെറുതായിട്ട് റോഡ് മോശമാണ്, അതല്ലാതെ ബാക്കിയെല്ലാം റോഡ് നല്ല അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂർ സിറ്റി കൂടെ വണ്ടി ഓടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇതിലെ വണ്ടി ഓടിക്കാൻ. ഇതിപ്പോൾ ഈ അടുത്ത് പണി കഴിച്ചൊരു പാലാന്ന് തോന്നുന്നു കേട്ടോ. വീണ്ടും നമുക്ക് നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഫേമസ് അമ്പലമാണ് കേട്ടോ, ശ്രീ അന്നപൂർണേശ്വരി ടെമ്പിൾ. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കുറേ ഹോട്ടൽസും ലോഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിന്നൊരു 15 മിനിറ്റാണ് എനിക്ക് ക്യാതനമക്കി ഹിൽസിലേക്കുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ താമസിക്കാനൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വല്ല ഹോട്ടലോ ലോഡ്ജോ എന്തെങ്കിലുമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്താണ് അത് കിട്ടത്തുള്ളൂ. വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. ലൊക്കേഷൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് ഹോം സ്റ്റേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹോട്ടലോ ലോഡ്ജോ എന്തെങ്കിലുമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് നോക്കാൻ ശ്രമിക്കുക. അതേസമയം ഹോം സ്റ്റേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ്റെ അടുത്ത് കുറച്ച് ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ കലാസ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഏകദേശം ലൊക്കേഷൻ്റെ അടുത്തുള്ള ഹോം സ്റ്റേയിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഏകദേശം 2000 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത് 2 പേർക്ക്. അപ്പോൾ അത് ഈ കാണുന്ന ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്തേ കേട്ടോ. ഇവിടെ നിന്നാണ് ക്യാതനമക്കി ഹിൽസിലേക്ക് നമുക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. അതേപോലെ ചെറിയൊരു ഹോട്ടലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ആ കാണുന്ന കവാടത്തിൻ്റെ താഴെ കൂടി ഒരു വഴിയുണ്ട്. അതിലൂടെയാണ് നമുക്ക് ക്യാതനമക്കി ഹിൽസിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെക്കിംഗ് ചെയ്തിട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയായിട്ട് ലൊക്കേഷൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും മുന്നോട്ട് പോകാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റില്ല, ജീപ്പിനാണ് പോകാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീപ്പ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആ ഹോട്ടലിന് മുമ്പിൽ തന്നെ ഒരുപാട് ജീപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചേട്ടന്മാർ അപ്രോച്ച് ചെയ്തോളും. ഏകദേശം 1500 രൂപ കേട്ടോ അവർ പറഞ്ഞ റേറ്റ് ഒരു ജീപ്പിന്. നമ്മൾ 2 പേരായതുകൊണ്ട് തന്നെ നമുക്ക് 1200 തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് നടന്നു പോകാനുള്ള പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ വണ്ടിയായിട്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി. ചെറിയൊരു ഓഫ് റോഡൊക്കെ ആയിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഓഫ് റോഡൊന്നുമല്ല, നോർമൽ ഓഫ് റോഡാണ്. അത്യാവശ്യം നിങ്ങൾക്ക് സ്കൂട്ടറും കാറും ഒക്കെ ആയിട്ട് സുഖമായിട്ട് പോകാൻ പറ്റും.
മഴക്കാലത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് ചെളിയൊക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വരുമ്പോൾ കയ്യിൽ ക്യാഷ് കൊണ്ടുവരിക. കാരണം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒന്നും നടക്കില്ല. ഇനി ഇൻ കേസ് നിങ്ങൾ ക്യാഷ് എടുത്തിട്ടില്ലെങ്കിൽ നേരത്തെ കണ്ട ഹോട്ടലുണ്ടല്ലോ, അവിടെ നിങ്ങൾ UPI ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ക്യാഷ് തരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അപ്പോൾ അത് ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ ചെറിയൊരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ലഗേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ അവിടെ ആട്ടോ വെച്ചത്. പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് വരുമ്പോൾ ഒരു കുപ്പി വെള്ളമോ ഒരു കുപ്പി ജ്യൂസോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കുടിച്ചാൽ മതി. അപ്പോൾ അവർക്കൊരു സന്തോഷമായല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ. 50 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. വൈകുന്നേരം 6:30 ആകുമ്പോഴത്തേക്കും തിരിച്ചിവിടെ എത്തണം എന്നാണ് അവർ പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 2.5 കിലോമീറ്ററാണ് ഈ ട്രെക്കിംഗ് ഉള്ളത്. ഒരു 45 മിനിറ്റ്സ് ടു 1 അവറിൽ നമുക്ക് മുകളിലെത്താൻ പറ്റും. സിമ്പിളായിട്ടുള്ള ട്രെക്കാണ്, വലിയ ഹാർഡ് ട്രെക്കൊന്നുമല്ല. ജീപ്പ് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്നൊരു ട്രെക്കാണ്. പണ്ടൊക്കെ ഇതിൽ വണ്ടിയൊക്കെ അലൗ ചെയ്യായിരുന്നു, ബൈക്കും 4x4 വെഹിക്കിൾസ് എല്ലാം അലൗ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊന്നും അലൗ ചെയ്യുന്നില്ല. ആകെ ടാക്സി, ജീപ്സ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ അലൗ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ചും എത്തിയപ്പോഴത്തേക്കും ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ജാക്കറ്റെല്ലാം ഊരി ബാഗിനകത്തേക്ക് വെച്ചു. അത്യാവശ്യം ഒരു നോർമൽ ഹെൽത്തൊക്കെ ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് നടന്നു കയറാൻ പറ്റിയ ഒരു ട്രെക്കിംഗ് ആട്ടോ ഇത്. വലിയ സ്റ്റീപ്പായിട്ടുള്ള ട്രെക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് നോർമൽ റോഡ് തന്നെയാണ്. ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് മുകളിലെത്താൻ പറ്റും. ഇനി ജീപ്പിനാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ ജീപ്പൊക്കെ പാർക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ കയറിയിട്ട് വേണം നമുക്കിനി മുകളിലോട്ട് പോകാൻ. പണ്ടൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് വണ്ടി അലൗ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പം അവിടേക്ക് അലൗ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതായി ഗേറ്റിൽ കൂടെ കയറി ഒരു 100 മീറ്ററും കൂടിയാണ് നമുക്ക് ട്രെക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ മുതിർന്നവരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പോലും നല്ല സുഖമായിട്ട് കയറി പോകാൻ പറ്റിയ അത്രയേ ഉള്ളൂ ഇനി. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാട്ടോ ഇത്. ഈവൻ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും പേടിക്കാനൊന്നുമില്ല, കാരണം വളരെ സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊന്നും ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുന്നൊരു ഭംഗിയല്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ശരിക്കും നേരിട്ട് വന്ന് അനുഭവിച്ചറിയണം, അപ്പോഴേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കാലാവസ്ഥ അങ്ങ് മാറി. 2 മിനിറ്റ് കൊണ്ട് മൊത്തം കോടമഞ്ഞങ്ങ് കയറി. ഇപ്പോൾ ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ വന്നതും. ഈ മലകളും കോടമഞ്ഞും തമ്മിലുള്ള കോമ്പിനേഷൻ അതൊന്ന് വേറെ തന്നെ കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാൻ. നമ്മുടെ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ നടത്തണം. അപ്പോൾ അതേ മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചും കാര്യങ്ങളെല്ലാം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മുകളിലെത്തിയപ്പോൾ 2-3 ഫാമിലീസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ സ്വസ്ഥമായി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നടന്നു കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ക്ഷീണം മൊത്തം ഈ വ്യൂ കണ്ടതോടുകൂടി അങ്ങ് മാറിക്കിട്ടി. അത്രയ്ക്ക് സുന്ദരമായിരുന്നു കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 1/4 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വല്ല തിരിച്ചിറങ്ങാൻ തുടങ്ങി. കാരണം 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് താഴെ എത്തണം. സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓടിയാണ് ഇറങ്ങിയത്. അതിൻ്റെ കൂടെ തന്നെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ താഴെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തുന്നവരെ അത്യാവശ്യം ഒരു മഴയുണ്ടായിരുന്നു. നമ്മളിനി തിരിച്ച് ചിക്മംഗ്ലൂർക്ക് പോവുകയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിനി തിരിച്ചു പോകുന്നത് ഷോർട്ടസ്റ്റ് വേയിലൂടെയാണ്. ക്യാതനമക്കി ഹിൽസിൽ നിന്ന് ജയപുര, ആൽത്തൂർ, പിന്നെ ചിക്മംഗ്ലൂർ. ഏകദേശം 90 കിലോമീറ്ററാണ് ചിക്മംഗ്ലൂർ വരെയുള്ളത്. 2.25 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വരുമ്പോൾ ഈ റൂട്ടിൽ കൂടെ വരുന്നതായിരിക്കും നല്ലത്. ഇതാണ് കുറച്ചും കൂടി സീനിക് റൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ റോഡ് ചെറുതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അത്യാവശ്യം നല്ല വളവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കിനി മുള്ളിയാങ്കിരി പീക്കാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഈ മുള്ളിയാങ്കിരി പീക്ക് എന്ന് പറയുന്നത് ചിക്മംഗ്ലൂർ സിറ്റിക്ക് തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ചിക്മംഗ്ലൂർ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാം എന്ന് വിചാരിച്ചത്. തിരിച്ച് നിങ്ങൾ ചിക്മംഗ്ലൂർക്ക് പോകാനുള്ള പ്ലാനാണെങ്കിൽ കുറച്ച് വെട്ടം വെളിച്ചമുള്ളപ്പം ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം തിരിച്ചു പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഇത്തിരി ഒറ്റപ്പെട്ട വഴിയാണ്. കാര്യമായ ആൾ താമസമോ അല്ലെങ്കിൽ കടകളോ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു കാട് പോലെ തന്നെയാണ്, പക്ഷേ തോട്ടങ്ങളൊക്കെ തന്നെയാണ്. അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ക്യാതനമക്കി ഹിൽസിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വലിയ തിരക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് സമാധാനമായി സ്വസ്ഥമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ക്യാതനമക്കി ഹിൽസ്. വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. അതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ഒരു ചെറിയ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് പീസ്ഫുള്ളായി നല്ലൊരു സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണത്. കുതിരമുക്ക് ട്രെക്കിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രെക്കിംഗ് ഒക്കെ ഏകദേശം 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കുതിരമുക്കിലേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദയവേത് നിങ്ങൾ നട്ടുച്ചയ്ക്കൊന്നും വന്നേക്കരുത്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരമാണത്. ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട് നട്ടുച്ചയ്ക്കൊക്കെ ട്രെക്ക് ചെയ്യാൻ വരുന്നവർ. അതിപ്പോൾ ഇവിടേക്കെന്നല്ല, നിങ്ങൾ ഏതൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും, എത്ര മനോഹരമായ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ നട്ടുച്ചയ്ക്കാണ് അവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടില്ല. കാരണം നല്ല ഒട്ടുക്കത്തെ വെയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്ഥലത്തേക്കാണോ നമ്മൾ വന്നതെന്ന്. നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെയൊക്കെ ശരിക്കുള്ള ഭംഗി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്ലൈമറ്റുള്ള സമയത്ത് പോകണം. അതിപ്പോൾ ചൂടുകാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് പോവുക, ഇല്ലെങ്കിൽ സൺസെറ്റിൻ്റെ ടൈം ആവും പോവുക. അപ്പോൾ ആ ലൊക്കേഷൻ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അത് എവിടെയാണെങ്കിലും അങ്ങനെയായിരിക്കും. കുറച്ചൊന്ന് ഇരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. രാത്രിയൊക്കെ നല്ല മഴയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 സ്ഥലത്ത് കയറി നിൽക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെ ചിക്മംഗ്ലൂർ എത്താൻ കുറച്ച് ഡിലേ ആയി. നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേക്കും ചിക്മംഗ്ലൂരിലെത്തി. നമ്മളൊരു 8:30 ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മഴ കാരണം 2-3 സ്ഥലത്ത് കയറിയൊക്കെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് കൂടുതലെടുത്തു. നല്ല മഴയായതുകൊണ്ട് തന്നെ പിന്നെ റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്യാതനമക്കി ഹിൽസിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മുള്ളിയാങ്കിരി പീക്കിലേക്ക് പോകാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, റൈഡ് സേഫ്.